പോലീസ് സ്റ്റേഷനുകളിൽ റൌഡി പട്ടിക പരസ്യമായി പ്രദർശിപ്പിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി. പട്ടിക പോലീസ് ഉദ്യോഗസ്ഥരുടെ അറിവിലേക്ക് വേണ്ടിയുള്ളത്. പരസ്യമായി പട്ടിക പ്രദർശിപ്പിക്കുമ്പോൾ വ്യക്തിയുടെ സ്വകാര്യത ലംഘിക്കപ്പെടുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രം പ്രവേശനമുള്ളിടത്ത് വെക്കാനുള്ളതാണ് ഇത്തരം പട്ടികകളെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണൻ പറഞ്ഞു. വിവരങ്ങളുമായി ഷബ്ന സിയാദ് ഉണ്ട്. ഷബ്ന, ഇത്രയും കാലം അത്രയും തുടർന്നു പോയൊരു സംവിധാനമായിരുന്നു, രീതിയായിരുന്നു ഇത്. അതാണിപ്പോൾ വേണ്ടെന്ന് വെക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ പ്രദർശിപ്പിച്ചിരുന്ന തന്റെ പേരും ചിത്രവും നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഒരു കുറ്റവാളി, അതായത് നേരത്തെ കേസുകളിൽ ഉൾപ്പെടുകയും പിന്നീട് വെറുതെ വിടുകയും ചെയ്ത ഒരു കുറ്റവാളി നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതി ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോടതി ഈ കേസ് പരിഗണിച്ച് ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. റൌഡി എന്നും റൌഡിയായി തുടരണം എന്നില്ല. കുറ്റവാളികളെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ സമൂഹത്തിന് കടമയുണ്ട്. അതോടൊപ്പം റിപ്പർ ജയാനന്ദൻ തന്റെ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കാൻ ഹൈക്കോടതി പരോൾ അനുവദിച്ചത് ഇയാൾ മാനസാന്തരത്തിന്റെ പാതയിലാണ് എന്ന ബോധ്യപ്പെട്ടതിനാലാണ്. മറ്റൊന്ന്, രാമായണം രചിച്ച വാൽമീകി സപ്തർഷികളുടെ ഉപദേശം സ്വീകരിക്കുന്നത് വരെ കൊള്ളസംഘ അംഗമായിരുന്നു എന്നാണ് ഐതിഹ്യം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചാണ് ഈ റൌഡി പട്ടിക പോലീസുകാർ ഈ പോലീസ് സ്റ്റേഷനിൽ പരസ്യമായി പ്രദർശിപ്പിക്കേണ്ടതില്ല, അത് പോലീസുകാർക്ക് കാണാൻ വേണ്ടി മാത്രമാണ് തുടങ്ങിയ കാര്യങ്ങൾ കോടതി നിർദ്ദേശിച്ചത്. അതോടൊപ്പം ഈ ഹർജിക്കാരന്റെ പേരും ഫോട്ടോയും 2 ആഴ്ചയ്ക്കകം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീക്കം ചെയ്യാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്.